ഹലോ ഹായ് SBT ടോക്സിലേക്ക് സ്വാഗതം. വിവാഹമോചനം കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവ് ജീവനാംശം നൽകണം. എന്നാൽ അത് എപ്പോഴും നൽകേണ്ടതുണ്ടോ? ഇതിനെക്കുറിച്ച് കേരള ഹൈക്കോടതിയുടെ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ആ ഉത്തരവ് എന്താണെന്ന് നോക്കുന്നതിന് മുൻപായി നമുക്ക് ഈ കേസ് എന്താണെന്ന് നോക്കാം. ഈ കേസ് എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്താവിനെയും അവരുടെ കുട്ടിയെയും ഒഴിവാക്കിയിട്ട് പോയി. 2015 ഈ സംഭവം നടന്നിട്ടുള്ളത്. എന്നാൽ ഫാമിലി കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ഭാര്യ ഈ ഭർത്താവിനെയും കുട്ടിയെയും ഒഴിവാക്കിയിട്ട് പോകുന്നതിന് മതിയായിട്ടുള്ള ഒരു കാരണം കണ്ടെത്താനായിട്ടില്ല. എന്നിരുന്നാലും ശരി, ഭർത്താവ് ഭാര്യയ്ക്ക് എന്ത് ചെയ്യണം? ജീവനാംശം നൽകണമെന്നാണ് ഫാമിലി കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കോടതി ഈ കുട്ടിയുടെ ഗാർഡിയൻഷിപ്പ് ഈ പിതാവിന് നൽകുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഭർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കേരള ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മെയിൻ്റനൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. കാരണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെയാണ് ഈ ഒരു ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇവരെ ഒഴിവാക്കിയിട്ട് പോയിട്ടുള്ളത്. ഈ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് CRPC 125 പ്രകാരവും ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ 144 പ്രകാരവുമാണ് മെയിൻ്റെനൻസ് നൽകേണ്ടത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ക്രുവാലിറ്റിയാണ്. അതായത് ഭർത്താവ് ഭാര്യയോട് കാണിച്ചിട്ടുള്ള ക്രുവാലിറ്റി കാരണമാണ് ഈ ഡിവോഴ്സ് നടന്നിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കിയിട്ട് പോകണം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഡിവോഴ്സ് നടന്നിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മെയിൻ്റെനൻസ് നൽകാൻ പറ്റുമെന്നാണ് ഈ രണ്ട് ആക്ടിലും പറഞ്ഞിട്ടുള്ളത്. രണ്ട് ആക്ടിൽ പറയാനുള്ള കാരണം, CRPC ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കേസ് നടന്നിട്ടുള്ളത് 2015 അതുകൊണ്ടാണ് CRPC 125 പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ, ഇപ്പോൾ നടക്കുന്ന കേസാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 144 പ്രകാരവുമാണ് ഈ കാര്യങ്ങൾ നടക്കുക. എന്നാൽ കോടതി പറഞ്ഞിട്ടുള്ളത് മതിയായ ഒരു തെളിവോ അല്ലെങ്കിൽ ഒരു റീസണോ ഈ ഒരു ഭാര്യയെ ഇവരെ ഒഴിവാക്കിയിട്ട് പോകാനുള്ള യാതൊരു തരത്തിലുള്ള ഒരു റീസണും കണ്ടെത്താനായിട്ടില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഇവർക്ക് മെയിൻ്റെനൻസ് നൽകേണ്ടതില്ല എന്നാണ്. ഇതൊരു നല്ലൊരു ഉത്തരവായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യക്ക് ജീവിതകാലം മുഴുവനും ഈ ജീവനാംശം നൽകേണ്ടതുണ്ട്. അതിൽ ഇത്ര വർഷം വരെ കൊടുക്കണം എന്നൊരു കാര്യം പറയുന്നില്ല. അതായത് ജീവിതകാലം മുഴുവനുമാണ് ഈ നൽകേണ്ടത്. അത് ഒരു കണക്കിന് ഈ ഒരു ഹസ്ബൻഡ്സിനോടൊക്കെ ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ? നിങ്ങളുടെ അഭിപ്രായം കോമെന്റ് ചെയ്യുക. കാരണം ഇവര് ഒരുപക്ഷെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം വേറൊരു മാരേജ് കഴിക്കാം. അപ്പോൾ രണ്ട് ഫാമിലി ഇവർ നോക്കേണ്ടത് ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും ഈ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കണം ഭാര്യമാരെ. അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നത് വരെ മാത്രം. അതായത് ഒരു 2-3 വർഷം, ആ ഒരു വർഷത്തിനുള്ളിൽ ഇവരെന്ത് ചെയ്യണം? ഈ ഭാര്യമാരെന്ത് ചെയ്യണം? ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യണം. എന്നാൽ ആർക്കും യാതൊരു വിധത്തിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല. കാരണം 1-2 വർഷമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. എന്നാൽ ഇത് ജീവിതകാലം മുഴുവനുമാണ് ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു ഭാര്യ വീണ്ടും കഴിയുന്നത്. അതൊരു തെറ്റായ ഒരു കൺസെപ്റ്റ് അല്ലേ? കാരണം ഇപ്പൊ റീസെന്റ് സമന്ത, ആക്ട്രസ് ആയിട്ടുള്ള സമന്തക്ക് 200 കോടിയാണ് ആൽമനി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് നിരസിച്ചു, അത് വേണ്ട എന്ന് വെച്ചു. അപ്പോൾ കുറെ പേര് പറയും അവർക്ക് പണമുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന്. എന്നാൽ പണമുള്ള ഒരുപാട് പേര് ഈ ഒരു ആൽമനി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല, ആളുകളുടെ മനസ്സ് പോലെ ഇരിക്കും. നമ്മുടെ രാജ്യത്ത് ഒരുപാട് കേസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതിലൊരു കേസാണ് മുംബൈയിൽ നടന്നിട്ടുള്ളത്. മുംബൈ ഫാമിലി കോടതിയിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ഈ കേസിൽ ഭാര്യ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഭർത്താവിനോട് 200 കോടി ആൽമണിയും മാസത്തിൽ അവർക്ക് 2 ലക്ഷം രൂപ നൽകണം എന്നായിരുന്നു. എല്ലാ മാസവും 2 ലക്ഷം രൂപ, ആ 200 കോടി കൂടാതെ. എന്നാൽ ഈ ഒരു സ്ത്രീക്ക്, ഈ ഒരു ഭാര്യക്ക് ഒരു ജോലിയുണ്ട്. ആ ജോലിക്ക് മന്ത്ലി ഏകദേശം 6 ലക്ഷം രൂപ അവർക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. കോടതി ചോദിച്ചത് പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഈ 2000 കോടിയും അതുപോലെ തന്നെ മാസത്തിൽ 2 ലക്ഷം രൂപയും എന്നാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി ആവട്ടെ അല്ലെങ്കിൽ മറ്റു ഹൈക്കോടതി ആവട്ടെ, എന്തിന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വിവാഹ മോചനങ്ങളും നടക്കുന്നത് ഭർത്താക്കന്മാരിൽ നിന്നും ഈ ഒരു പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു വലിയൊരു ഫ്രോഡ് ആയിട്ടാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.